അല്ല കൂട്ടുകാരെ നോക്ക്, പറമ്പ് നിറയെ ഒച്ചു വന്നു കണ്ട, കുരുകുരാന്ന് ധാരാളം ഒച്ച് മഴ പെയ്തപ്പോൾ കണ്ടോ. ഇതിനെന്താ പ്രതിവിധി എന്നറിയാമെന്നവർ പറഞ്ഞു തരണേ. ഞങ്ങളിവിടെ കുമ്മായ ഇട്ട് നോക്കി, കുമ്മായം വിതറി, എന്നിട്ടും അത് പോകുന്നില്ല. ഇപ്പോൾ നല്ല മഴക്കാരുണ്ട്, അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ പൊക്കോളൂന്ന് ഓർത്ത് കുമ്മായമൊക്കെ ഇട്ട് നോക്കി, എന്നിട്ടും അത് പോകുന്നില്ല. മഴ പെയ്തപ്പോൾ അത് കുമ്മായവും ഇതും പോയി, ഇത് ചത്തുപോയി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കുരുകുരാന്ന് ധാരാളം ഉണ്ടായി കേട്ടോ, ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. കുമ്മായം ചേർക്കാം, പക്ഷേ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള, അമ്ലത്വം കുറയ്ക്കാനൊക്കെ. നനവുള്ള മണ്ണിലൊക്കെ ഇപ്പോൾ മഴ പെയ്തു, ഇപ്പം 15 ദിവസം കഴിഞ്ഞ് ഇനി വളവും ചേർക്കാം. പക്ഷെ കൂടാൻ പറ്റില്ല, ഒരു സ്പൂൺ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, മണ്ണിനോട് കൂടി ചേർത്ത്. വിളകൾക്കൊക്കെ നല്ലതാണ്. 15 ദിവസം കഴിഞ്ഞ് ജൈവവളം ചേർക്കാവും. മുട്ടത്തോടും നല്ലതാണ്. കുമ്മായത്തിന് പകരം മുട്ടത്തോടും ചേർക്കാം. കുമ്മായം പിന്നെ ഡോളോമൈറ്റ് കൊടുക്കാം. കക്ക മേടിച്ച് നീറ്റിയതാവണമെന്ന് മാത്രം. പക്ഷെ കുമ്മായം അധികം ഇട്ട ചെടി കേടാവും. 1 സ്പൂൺ മാത്രം മണ്ണിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. കണ്ടോ, ഞങ്ങളിവിടെ ഈ ഒച്ച് പോകാൻ വേണ്ടി ചുമ്മാ വിതറിയത്. ഇപ്പം മഴ വരുമ്പോൾ അത് എല്ലാം പൊക്കോളൂലോ എന്ന് ഓർത്ത്. കണ്ടോ, വാളരിപ്പയർ അതെല്ലാം ഒച്ച് തിന്ന് കളയുന്നു. കണ്ടോ, മുഴുവൻ ഇലയെല്ലാം തിന്ന്, തളിരിലയെല്ലാം തിന്ന് കളയുകയാണ്. കണ്ടോ, എല്ലാത്തിനും ചവിട്ടിക്കിടപ്പ് കുമ്മായം വിതറി, ആ ഒച്ചു പോകാൻ വേണ്ടി വിതറിയതാണേ. കണ്ടോ, ധൈര്യം നോക്ക്, കുരുകുരാന്ന് മിശാന്നുണ്ടായിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുമ്പോൾ അത് എല്ലാം പൊക്കോളൂന്ന് ഓർത്തോണ്ട. കുമ്മായം ഇങ്ങനെ വിതറാൻ പറ്റിയല്ലോ, 1 സ്പൂൺ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒച്ച് പോകട്ടെ എന്ന് ഓർത്തോണ്ടാണ്. മഴ പെയ്യുമ്പോൾ എല്ലാം പോവും. മഴ പെയ്യുമ്പോൾ എല്ലാം പോയി, കുമ്മായവും പോയി, ഒച്ചും എല്ലാം പോയി, ചത്തുപോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടായി. എങ്ങനെയും പോകാൻ വേണ്ടി ഇതുണ്ടായി. ഭിത്തിയിലെല്ലാം ഉണ്ടായി, ധാരാളം ഉണ്ടായി നിൽപ്പുണ്ട്. കുരുകുരാന്നതിൻ്റെ മുട്ടയോ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടോ, ഇതിലെല്ലാം ഉണ്ട്. എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാവുന്നവർ പറയണേ. കുമ്മായം എല്ലാം വിതറിയിട്ടുണ്ട്. ഞാൻ കക്ക നീറ്റിയ കുമ്മായമാണ്. കുമ്മായമൊക്കെ ചേർക്കാൻ ആസിഡിറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള, അമ്ലത്വമൊക്കെ കുറയും. നനവുള്ള മണ്ണിൽ വിതർന്നതാണ്, പക്ഷേ ഇച്ചിരിയേ വിതറാൻ പറ്റുള്ളൂ. ഇപ്പോൾ മഴ പെയ്തു, 15 ദിവസം കഴിഞ്ഞ് ഇനി വളവും ചേർക്കാം. കൂടിപ്പോയ കുഴപ്പമാണ് ചെടികൾക്ക്. 1 സ്പൂൺ മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. വിളകൾക്കൊക്കെ നല്ലതാണ്. 15 ദിവസം കഴിഞ്ഞ് നമുക്ക് ജൈവവളവും ചേർക്കാമല്ലോ. കുമ്മായത്തിന് പകരം മുട്ടത്തോടൊക്കെ ചേർക്കാം. ഡോളോമൈറ്റ് കൊടുക്കാം. കക്ക പൊടിച്ച് നീറ്റിയതാണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, എല്ലായിടത്തും ഉണ്ട് കുരുകുരാന്ന്. കണ്ടോ, ഞങ്ങളിത് എയർപോർട്ടിൻ്റെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് കുമ്മായപ്പൊടി. കണ്ടോ, കുമ്മായപ്പൊടിൻ്റെ ചട്ടിയുടെ പുറത്ത്, എയർപോർട്ടിൻ്റെ പുറത്തൊക്കെ ഇട്ടേക്കും. അകത്തിട്ടാൽ ചെടികൾ കേടാവുമല്ലോ. എല്ലായിടത്തും ഉണ്ട് മഴ പെയ്തത്. കുമ്മായം ഇട്ടാൽ പോകുന്നുണ്ട്, പക്ഷേ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ഉണ്ടാവും. കണ്ടോ, നല്ലൊരു വാളരിപ്പയറായിരുന്നു, അതെല്ലാം പുഴു തിന്ന് പോയി. ഇത് കണ്ടോ, ഒച്ച കണ്ടോ, ഇങ്ങനത്തെ ഒച്ച ചെറുത് എന്നിട്ട് ധാരാളം ഉണ്ട്. മാവയിലൊക്കെ നല്ല ഉണ്ടാകും. മഴ പെയ്താൽ ഉടനെ വരും. ഇഴഞ്ഞഴിഞ്ഞ് ഇല നടപ്പുണ്ടെല്ലാം. ഞാനത് വലിയതായിട്ട് എടുത്ത നിങ്ങളെ കാണിക്കാൻ വേണ്ടി. എപ്പോൾ വെയിൽ വന്നെങ്കിൽ ഇല്ല, മഴ പെയ്താൽ അപ്പോഴേ എവിടുന്നല്ലോ ഉണ്ടാവും. കേട്ടോ, ഇതാണ് കണ്ടോ, ഇഴഞ്ഞഴിഞ്ഞ് നടക്കുന്നുണ്ടോ തോടുമായിട്ട്. ഇല്ല മുഴുവനുണ്ട്, ഭിത്തിയക്കട എല്ലാം ഉണ്ട്. കണ്ടോ, മഴ പെയ്തപ്പോൾ എല്ലാം പോയി, കുമ്മായവും പോയി, ഒച്ചും പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടായി വരുവാണ്.
എല്ലാം പോയി. ഒച്ചന്നേരം ചത്തുപോവുകയാണ്. പിന്നെ അത് ഉണ്ടാവുകയാണ്. കുറച്ച് നേരത്തേനേ ഉള്ളൂ. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചാകാതിരിക്കുന്നതാണോ അത് വേറെ ഉണ്ടാകുന്നതാണോ അറിയത്തില്ല. മുട്ട അവിടെ കിടന്നിട്ട് മഴ പെയ്തപ്പോൾ എല്ലാം പോയി. ചെടികൾക്ക് കേടൊന്നും സംഭവിച്ചില്ല. എന്നാലും ഒരു സ്പൂൺ മാത്രമേ മണ്ണിലിടാൻ പറ്റുള്ളൂ.